ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗോൾഡിൻ്റെ അപ്കമിങ് ഡേയ്സിലുള്ള അനാലിസിസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ലെവൽസും ട്രേഡ് പ്ലാനും ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി ഗോൾഡിലെ ലെവൽസ് എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിന് ഞാൻ പല പല ടൈം ഫ്രെയിം ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ചിലതിനെ നമ്മൾ എന്ന രീതിയിൽ മന്ത്ലി ലെവൽസും വീക്ക്ലിയും ഡെയിലി ലെവൽസ് എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇപ്പോഴത്തെ ഒരു ഗോൾഡിൻ്റെ ഒരു കറണ്ട് സിനാരിയോ വെച്ച് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ചാൽ ഗോൾഡ് ഞാൻ കുറേ നാളായിട്ട് തന്നെ ഗോൾഡിൽ ബിയറിഷ് ആണ്. ബിയറിഷിൽ അതായത് കുറച്ച് താഴത്തെ ലിക്വിഡിറ്റീസ് ഒക്കെ ഗോൾഡിൽ ഇപ്പം പെൻഡിങ് ആണ്, റൈറ്റ്? അപ്പോൾ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ചാൽ ആ ഒരു കണ്ടിന്യൂവേഷൻ ആണ് മാർക്കറ്റിൽ മൂവ് നടക്കുന്നത്. അപ്പം ഈ ഒരു കറണ്ട് ലെവലിൽ നിന്ന്, അതായത് 3328 എന്ന് പറയുന്ന ഈ കറണ്ട് ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴത്തേക്ക് വീഴുകയാണെങ്കിൽ തന്നെ ഇതെന്ന് പറയുന്ന ഒരു ഡെയിലി ലെവലാണ്. ഇവിടുന്ന് വീണാൽ തന്നെ മാർക്കറ്റ് എവിടെ വരാം 3318.50 എന്നുള്ള ഒരു മന്ത്ലി ലെവലിലേക്ക് വരും. ഇവിടുന്ന് നിങ്ങൾക്കൊരു റിയാക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട്, റൈറ്റ്, അപ്പ് സൈഡിലേക്ക്, റൈറ്റ്? അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ സ്കാൽപ്പായിട്ട് യൂസ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ചിലപ്പോൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സോൺ വരെയും മാർക്കറ്റ് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്, ഒരു ഹയർ ടൈം ഫ്രെയിമിൻ്റെ. അതായത് ഇവിടെ നിന്ന് ഇപ്പോൾ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിലേക്ക് വരുന്ന സമയത്ത് 3318.50 എന്ന് വരുന്ന സമയത്തിലേക്ക് നിങ്ങൾക്ക് മാർക്കറ്റിൽ ഇപ്പം റിവേഴ്സൽ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വേണം, റൈറ്റ്? ഇവിടുന്ന് വേണമെങ്കിൽ മാർക്കറ്റ് തിരിച്ച് 3338-40 വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്, റൈറ്റ്? ഇനി ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഇമീഡിയറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഡൗൺ സൈഡിലേക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ 3306ഉം 3300 എന്നുള്ളൊരു സോണാണ്. ഇവിടെ നിന്നൊക്കെ നമുക്ക് ചെറിയ ഡെയിലി ലെവൽസ് ആയതുകൊണ്ട് ഇവിടുന്ന് ചെറിയ റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്, റൈറ്റ്? അപ്പം ഓരോ ലെവൽ ബ്രേക്ക് ചെയ്യുന്നതിനനുസരിച്ച് എന്താണ്, ഇപ്പം ഇതിൻ്റെ താഴെ ബ്രേക്ക് ചെയ്ത് കണ്ടിന്യൂ ആണ് ചെയ്യുന്നതെങ്കിൽ ഇവിടുന്ന് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 3306ൽ നിന്ന് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3301 വരെ ഒരു സോൺ വരെ നമുക്ക് ഒരു ടാർഗറ്റ് സോണായിട്ട് വെക്കാം. ഇവിടുന്ന് റിയാക്ഷൻ കിട്ടുന്നില്ല, അതായത് ഇവിടുന്ന് റിജക്ഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും അതിനെന്ത് ചെയ്യാം, നമുക്ക് താഴത്തേക്ക് കണ്ടിന്യൂ ചെയ്യാം. അതായത് നിങ്ങളിപ്പം 3306ന് താഴെയാണ് ഗോൾഡ് ഷോർട്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ വീക്ക്ലി ലെവൽ ഉണ്ടല്ലോ, ഇവിടുന്ന് റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇവിടെ മാർക്കറ്റ് വരുന്ന സമയത്തേക്ക് ചാർട്ടിൽ എപ്പോഴും ഒരു കണ്ണ് വേണം. ഇവിടുന്ന് റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഒന്നേ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങുക. ഇല്ല, ഈ വരുന്ന രീതിക്ക് അഗ്രസീവായിട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ 3290ഉം അതോടൊപ്പം തന്നെ 3285 എന്ന് പറയുന്ന ലെവലും ആയിരിക്കും, റൈറ്റ്? 3306ൽ നിന്ന് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് 3285 ആയിരിക്കും, റൈറ്റ്? ഇനി അതിൻ്റെ താഴെയും നമുക്ക് ലെവൽസ് ഉണ്ട്, റൈറ്റ്? 3285 ഇതാണ് നമ്മുടെ ഇപ്പോഴും കറണ്ട് സിനാരിയോ. നമ്മുടെ ഓവറോൾ ഒരു മന്ത്ലി നോക്കുന്ന സമയത്ത് ഈ ഒരു സോൺ പ്രോപ്പറായിട്ട് ബ്രേക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് 3318 പോയിന്റ് എന്നുള്ളൊരു സോൺ ബ്രേക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു മന്ത്ലി ടൈം ഫ്രെയിമിൽ നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് 3230 എന്ന് പറയുന്ന സോണായിരിക്കും. 3230 എന്ന് പറയുന്ന സോണായിരിക്കും ഒരു മന്ത്ലി ടൈം ഫ്രെയിമിൽ നമുക്ക് കിട്ടുന്നൊരു ടാർഗറ്റ്. സോ ഇവിടുന്ന് പ്രോപ്പറായിട്ട് ഇത് ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു പിയറിഷ് ക്യാൻഡിൽ കിട്ടുന്നുണ്ട്, നല്ല റിസ്ക് റിവാർഡിൽ എൻ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെറ്റപ്പ് പ്രകാരം നിങ്ങൾക്ക് ഡൗൺ സൈഡിലേക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അതിനിടക്ക് ഈ ഡെയിലി ഇല്ലെങ്കിൽ വീക്ക്ലി ലെവൽസിൽ നിന്ന് നമുക്ക് എന്താണ് ഒരു കുറച്ച് നേരത്തേക്കുള്ള റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്, റൈറ്റ്? അപ്പം ഇതിൻ്റെ ലെവൽസ് പ്രോപ്പറായിട്ട് വേണ്ടവർക്ക് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് ഉണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അവിടെ നിന്ന് ഈ ലെവൽസ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഫോട്ടോ നിങ്ങൾക്ക് അസസ് ചെയ്യാവുന്നതാണ്. സോ ഇതൊക്കെയാണ് എൻ്റെ ഒരു
ഇനി നെക്സ്റ്റ് വീക്ക് ഇല്ലെങ്കിൽ നെക്സ്റ്റ് മന്തിലേക്കുള്ള എൻ്റെ ഒരു ഗോൾഡിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത് ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ലെവൽസ് എല്ലാം ഇതായിരിക്കും. അപ്പോൾ അപ്സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ട് റിവേഴ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ മന്ത്ലിയുടെ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും സപ്പോർട്ട് എടുത്തു കഴിഞ്ഞിട്ട് ഈ ഒരു ലെവലിലേക്കും മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഡെയിലിയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓവറോൾ ഒരു ലെവൽ 3403 തൊട്ട് നമ്മൾ 3230 വരെയുള്ള ലെവൽസ് ഇപ്പം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ലെവൽസ് ഒക്കെ ഇപ്പം ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫർദർ ആയിട്ടുള്ള ലെവൽസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. കൂടുതലും അപ്ഡേഷൻ നമ്മുടെ ഒരു ഡെയിലി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ടെലിഗ്രാം ഗ്രൂപ്പിലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഫർദർ അപ്ഡേഷൻ വേണമെന്നുണ്ടെങ്കിൽ ലൈവായിട്ട് തീർച്ചയായിട്ടും ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.